ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 24 വാർഡിലും ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള 16 വാർഡിലും അതേപോലെ ബ്ലോക്കിലെ ഒരു ഡിവിഷനിലും ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. 1-ാം വാർഡിൽ നിന്നും കെ കൃഷ്ണദാസ് മത്സരിക്കുന്നു. അതേപോലെ 2-ാം വാർഡിൽ നിന്നും സി അജയൻ മത്സരിക്കുന്നു. 3-ാം വാർഡിൽ നിന്ന് ഉഷ രാജു മത്സരിക്കുന്നു. 4-ാം വാർഡിൽ നിന്ന് റോഷ്നി കെ ബാബു മത്സരിക്കുന്നു. 5-ാം വാർഡിൽ നിന്നും VM നാണി മത്സരിക്കുന്നു. 6-ാം വാർഡിൽ നിന്ന് പ്രസന്ന ടീച്ചർ മത്സരിക്കുന്നു. 9-ാം വാർഡിൽ നിന്ന് ഹുസന ടീച്ചർ മത്സരിക്കുന്നു. 10-ാം വാർഡിൽ നിന്ന് ശ്രീമതി ലക്ഷ്മിക്കുട്ടി മത്സരിക്കുന്നു. 12-ാം വാർഡിൽ നിന്ന് ഹസീന TP മത്സരിക്കുന്നു. 14-ാം വാർഡിൽ നിന്ന് സഫിയ TP മത്സരിക്കുന്നു. 17-ാം വാർഡിൽ നിന്ന് അഷ്റഫ് പാറശ്ശേരി മത്സരിക്കുന്നു. 18-ാം വാർഡിൽ നിന്ന് ഷംസുദ്ദീൻ KT മത്സരിക്കുന്നു. 19-ാം വാർഡിൽ നിന്ന് സിന്ധു ടീച്ചർ മത്സരിക്കുന്നു. 21-ാം വാർഡിൽ നിന്ന് നിഷ TK മത്സരിക്കുന്നു. 22-ാം വാർഡിൽ നിന്ന് ബേബി സക്കീന മത്സരിക്കുന്നു. 24-ാം വാർഡിൽ നിന്ന് ജംഷീർ ബാബു കാപ്പിൽ മത്സരിക്കുന്നു. ബ്ലോക്ക് ഡിവിഷനിൽ വാണിയമ്പലം ഡിവിഷനിൽ നിന്നും പ്രസീത KM മത്സരിക്കുന്നു. ഇങ്ങനെ 16 ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും ഒരു ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യം വണ്ടൂർ പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണി വളരെ ഒറ്റക്കെട്ടായിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണ്. കൃത്യമായി എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി വരും ദിവസങ്ങളിൽ മുന്നേറും. അത് നല്ല രീതിയിൽ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയിക്കാം. നിലവിൽ സംസ്ഥാന UDF കമ്മിറ്റി തീരുമാനിക്കപ്പെട്ടത് അവസാനമായി ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് പരമാവധി പഞ്ചായത്തുകളിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ച ഇത് അവര് പ്രഖ്യാപിച്ചു, സ്റ്റാറ്റസ് കോ നിലനിർത്താൻ. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി പറഞ്ഞു, അത് ഞങ്ങൾ അംഗീകരിച്ചു. വിമത ശല്യമൊക്കെ ഞങ്ങൾ പരമാവധി പറഞ്ഞു തീർക്കാൻ നോക്കും. അല്ലെങ്കിൽ അവരുടെ പേരിൽ കർശനമായ നടപടിയാണ്. ആര് പോയാലും അവരെ പാർട്ടി എന്നേക്കുമായി ഇന്നത്തെ മണ്ഡലം കമ്മിറ്റി യോഗം തീരുമാനിച്ചു അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിൽ പുറത്താക്കപ്പെട്ടു. അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജയിച്ചു വന്നിട്ടാണ് പ്രസിഡന്റിനെ തീരുമാനിക്കാറ്. മുന്നണി വിജയമാണല്ലോ പ്രധാനം. വിജയം കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടി ബോർഡ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലവിൽ വരികയാണെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും വലിയ പ്രതീക്ഷയിലാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ വരുക എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാർലമെന്ററി പാർട്ടി കൂടി UDF കൂടി ഒറ്റക്കെട്ടായി ഞങ്ങള് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ടേം അങ്ങനെയൊന്നും ഇപ്പല്ല. ഇപ്പൊ നിലവിൽ കഴിഞ്ഞ ടേം 3 വർഷം കോൺഗ്രസിനും 2 വർഷം ലീഗിനുമാണ്. അടുത്തതിൽ തീരുമാനം. ഞങ്ങൾ ഏകദേശം മുഴുവൻ സീറ്റും വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാലും 18 സീറ്റ് എന്തായാലും UDF ഇപ്രാവശ്യം കിട്ടും.